രണ്ട് തരം ഡിസാസ്റ്ററുകളെയാണ് ഇനി മലയാളികൾ നേരിടേണ്ടി വരുന്നത്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററാണ്, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്ത് വെള്ളപ്പൊക്കം, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, കാലം തെറ്റിയുള്ള പേമാരി തുടങ്ങിയ പ്രതിഭാസങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. ക്ലൈമറ്റ് ചേഞ്ച് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഒരു വെല്ലുവിളിയുമാണ്. എന്നാൽ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അനുഗ്രഹവുമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. പക്ഷേ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്, മനുഷ്യനിർമ്മിതമായ ദുരന്തം. ആ മനുഷ്യനിർമ്മിതമായ ദുരന്തം ഇനി വരാൻ പോകുന്ന കാലത്തും ഇപ്പോഴും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നത് ആരോഗ്യമേഖലയിലെ കുത്തക ഭീമന്മാരുടെ കടന്നുകയറ്റവും അതിനെ തുടർന്ന് ചികിത്സാ ചെലവിലുണ്ടായിരിക്കുന്ന ഭീമമായ വർധനവും അത് പരിഹരിക്കാനെന്ന പേരിൽ കൊണ്ടുവരുന്ന ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഉഡായിപ്പുമാണ്. ഒരു ഉദാഹരണത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഇത് പ്രതിസന്ധികളിൽ ഇനിയും വരാൻ പോകുന്ന മനുഷ്യർക്കുള്ള ഒരു ഗുണപാഠവും ഒരു ജാഗ്രതയും ഇതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതുമാണ്. ഇന്ത്യയിൽ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിൽ നിന്നും നല്ലൊരു തുക പ്രീമിയമായി നൽകി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ഒരസുഖമോ ആശുപത്രി ആവാസമോ വന്നാൽ സാമ്പത്തികമായി നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഇത്രയും പണം കൊടുക്കുന്നത്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചിലർ തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ മറച്ചു വെക്കാറുണ്ട്. പിന്നീട് ക്ലെയിം തള്ളാനുള്ള ഒരു പ്രധാന കാരണവും അതാണ്. അങ്ങനെ അസുഖങ്ങൾ മറച്ചു വെക്കുന്നതിന് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ പഴയ ചികിത്സാ വിവരങ്ങളും കൃത്യമായി പറഞ്ഞ് കാത്തിരിപ്പ് കാലാവധിയും പൂർത്തിയാക്കിയ ശേഷം വരുന്ന ഒരു ന്യായമായ ക്ലെയിം പോലും പല കാരണങ്ങൾ പറഞ്ഞ് തള്ളിയാൽ നമ്മൾ എന്തു ചെയ്യും? എൻ്റെ അനുഭവം പറയാം. എൻ്റെ നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 3 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഈ അടുത്തെൻ്റെ ഇളയ മകൾക്ക് ഒരു ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഡോക്ടർ ചെറിയൊരു ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ആസ്റ്റർ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ. അതിനു മുമ്പ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലും ഇതേ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കണ്ടിരുന്നു. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചികിത്സകളെല്ലാം പോളിസി എടുത്ത് കാത്തിരിപ്പ് കാലാവധി കഴിഞ്ഞ ശേഷമാണ് ആരംഭിച്ചത്. സർജറിക്കായി ആസ്റ്റർ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മുൻകൂർ അനുമതി തേടി. അനുമതി ലഭിച്ചു. അതനുസരിച്ച് സർജറി തീരുമാനിച്ചു. കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. സർജറി നടക്കേണ്ട ദിവസം ഞാൻ വെറുതെ ഇമെയിൽ ഒന്നുകൂടി പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. ആദ്യം നൽകിയ അനുമതി ഇൻഷുറൻസ് കമ്പനി പിന്നീട് പിൻവലിച്ചിരിക്കുന്നു, അതും സർജറി നടക്കുന്നതിന് തൊട്ടു മുമ്പ്. അതിലും ഗുരുതരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ വിവരം ആശുപത്രിയിലെ ഇൻഷുറൻസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു, പക്ഷേ അത് ഞങ്ങളെ അറിയിച്ചില്ല. കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയ ശേഷമാണ് ഞാനിത് അറിയുന്നത്. ആ സമയത്ത് ഒരു മാതാപിതാവ് എന്തു ചെയ്യണം? കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ആശുപത്രിക്കാർ പറഞ്ഞത്, നിങ്ങൾ പണമടച്ചോളൂ, പിന്നീട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും തിരികെ കിട്ടും, പേടിക്കേണ്ട കാര്യമില്ല. ഏകദേശം 1.2 ലക്ഷം രൂപ ചിലവായി. സർജറി കഴിഞ്ഞപ്പോൾ 3 മാസത്തോളമായി. ഇതുവരെ നിവാബുപ്പ പണം തിരികെ നൽകിയിട്ടില്ല. പകരം പറയുന്ന കാരണം ആവശ്യമായ രേഖകൾ മുഴുവൻ നൽകിയിട്ടില്ല. കാരിത്താസിൽ ആദ്യം ചികിത്സ തേടിയത് മുതലുള്ള രേഖകൾ ഉൾപ്പെടെ അവരെല്ലാം ആവശ്യപ്പെട്ട രേഖകൾ നൽകി. എന്നിട്ടും വീണ്ടും അതേ മറുപടി, രേഖകൾ മുഴുവനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് രേഖയാണ് ഇനി വേണ്ടത്? അതിൻ്റെ പേര് കൃത്യമായി പറയൂ. അതിന് വ്യക്തമായ മറുപടിയില്ല. എല്ലാ രേഖകളും നൽകിയിട്ടും രേഖകൾ മുഴുവനില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യും? ഇനി ഞാൻ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കുകയാണ്. ആവശ്യമെങ്കിൽ സുപ്രീം കോടതി വരെ പോയാലും ഈ വിഷയത്തിൽ പോരാടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. കാരണം ഇത് 1.2 ലക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ വർഷങ്ങളോളം പ്രീമിയം അടച്ചു വാങ്ങുന്ന ഇൻഷുറൻസ് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു ഇൻഷുറൻസ് പോളിസി നല്ലതാണോ എന്നത് അതിൻ്റെ പരസ്യം നോക്കി തീരുമാനിക്കാൻ കഴിയില്ല. 10 ലക്ഷം പരിരക്ഷ, 50 ലക്ഷം പരിരക്ഷ, 1 കോടി പരിരക്ഷ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നമ്മുടെ ക്ലെയിം വരുമ്പോൾ കമ്പനി എങ്ങനെ പെരുമാറുന്നു എന്നതാണ് യഥാർത്ഥ പരീക്ഷണം. HDFC, എർഗോ, ആദിത്യ ബിർള തുടങ്ങിയ കമ്പനികൾ നല്ലതാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയില്ല. എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരന് ന്യായമായ ക്ലെയിം ലഭിക്കാൻ മാസങ്ങളോളം കമ്പനിയുടെ പിന്നാലെ നടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ നിയമങ്ങളിലും സംവിധാനങ്ങളിലും മാറ്റം വേണം. എൻ്റെ കാര്യത്തിൽ ഓസ്റ്റർ ഹോസ്പിറ്റലിനും ഉത്തരവാദിത്തമുണ്ട്. ഇൻഷുറൻസ് കമ്പനി ആദ്യം നൽകിയ അനുമതി പിൻവലിച്ച വിവരം ആശുപത്രിക്ക് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ഞങ്ങളുടെ സിസ്റ്റം ഡൗൺ ആയിരുന്നു. ഇതെന്ത് ന്യായമാണ്? 1.2 ലക്ഷം ചിലവ് വരുന്ന ഒരു സർജറിക്ക് കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഷുറൻസ് കമ്പനി പണം നൽകില്ല എന്ന വിവരം ആശുപത്രിക്ക് ലഭിച്ചിരിക്കുന്നു. അത് മാതാപിതാക്കളെ അറിയിക്കാതിരിക്കാൻ സിസ്റ്റം ഡൗൺ ആയിരുന്നു എന്നൊരു മറുപടി മതിയോ?
ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സാധാരണ സാധനം വാങ്ങുന്നത് പോലെയല്ല. ഒരു കുടുംബം ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്താണ് അതിന് ആവശ്യം വരുന്നത്. അസുഖം, ആശുപത്രി, സർജറി, കുട്ടിയുടെ ആരോഗ്യം ഇതെല്ലാം കാരണം കുടുംബം തന്നെ മാനസികമായി വിഷമിച്ചിരിക്കുന്ന സമയമാവും. ആ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പിന്നാലെ രേഖകളുമായി ഓടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത്. ക്ലെയിം തുകയും ചെറിയൊരു നഷ്ടപരിഹാരവും മാത്രം പിന്നീട് കൊടുത്താൽ പോരാ. ഉദാഹരണത്തിനൊരു ക്ലെയിം അന്യായമായി തള്ളിയെന്നറിഞ്ഞാൽ ഗുരുതരമായ കേസുകളിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ പല മടങ്ങ് നഷ്ടപരിഹാരം നൽകാൻ കോടതിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിയണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പനിക്ക് നഷ്ടപ്പെടാൻ എന്താണുള്ളത്? 1,00,000 രൂപയുടെ ക്ലെയിം തള്ളുന്നുവെന്ന് കരുതുക. 100 പേരുടെ ക്ലെയിം നൽകിയാൽ അതിലെത്ര പേർ അവസാനം വരെ പോരാടും? ചിലർ കുറേ ഫോൺ വിളിക്കും, ചിലർ ഇമെയിൽ അയക്കും, ചിലർ പരാതി നൽകും. പക്ഷേ പലരും അവസാനം മടുത്തുപേക്ഷിക്കും. സമയമില്ലാത്തവർ ഉപേക്ഷിക്കും, നിയമ നടപടികളുമായി പിന്നാലെ പോകാൻ കഴിയാത്തവർ ഉപേക്ഷിക്കും, കാശുള്ളവർ പോട്ടെ എന്ന് കരുതി ഉപേക്ഷിച്ചേക്കും. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഓരോ ക്ലെയിമും കമ്പനിക്ക് ലാഭമാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അതേസമയം അന്യായമായ ഒരു ക്ലെയിം തള്ളിയാൽ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന നിയമം വന്നാലോ? അപ്പോൾ ഒരു ക്ലെയിം തള്ളുന്നതിന് മുമ്പ് അവർ 2 വട്ടമല്ല 100 വട്ടം ആലോചിക്കും. അതാണ് വേണ്ടത്. ഒരു സാധാരണക്കാരൻ ഇൻഷുറൻസ് കമ്പനിയുമായി തുല്യശക്തിയിൽ പോരാടാൻ കഴിയില്ല. അതിനാൽ നിയമം സാധാരണക്കാരൻ്റെ സംരക്ഷണത്തിന് കൂടുതൽ ശക്തമായി നിലനിൽക്കണം. ആദ്യം ക്ലെയിം തള്ളാം, കസ്റ്റമർ എത്ര ദൂരം പോകുമെന്ന് നോക്കാം എന്നൊരു രീതി ഇൻഷുറൻസ് മേഖലയിൽ ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. കാരണം ഇൻഷുറൻസ് എന്നത് അവസാന വാഗ്ദാനമാണ്. ഇന്ന് ഞങ്ങൾക്ക് പണം തരൂ, നാളെ നിങ്ങൾക്കൊരു ദുരിതം വന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന വാഗ്ദാനം. ആ വാഗ്ദാനം ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ വർഷങ്ങളോളം പ്രീമിയം അടച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ പങ്കുവെക്കുക. ഇത് എൻ്റെ 1.2 ലക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഓരോ സാധാരണക്കാരനും കൂടുതൽ ശക്തമായ നിയമസംരക്ഷണം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരാളിൻ്റെ അനുഭവക്കുറിപ്പാണ്. ഇതിലൊരു അത്ഭുതവുമില്ല. ഇന്ന് ഇൻഷുറൻസ് മേഖല എന്ന പേരിൽ നടക്കുന്ന കൊടിയ ചൂഷണങ്ങളുടെ, തട്ടിപ്പുകളുടെ പരമ്പരകളിൽപ്പെട്ട് സാധാരണക്കാർ നട്ടം തിരിയുകയാണ്. ഇതിനൊരു സംവിധാനമില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ നിയമം നിർമ്മിക്കേണ്ട പലരും ഇതിൻ്റെ പല ഘട്ടങ്ങളിൽ പങ്കാളിയോ ഏജൻറ്റോ ബ്രോക്കർമാരോ ആണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ തട്ടിപ്പിനെതിരെ, ഈ നീറ്റ് പരീക്ഷയുടെ അടക്കമുള്ള തട്ടിപ്പുകൾക്കെതിരെ ഒരു ജനമുന്നേറ്റം ഉണ്ടായതുപോലെ ഇതിലും ഒരു ജനമുന്നേറ്റം അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഇഞ്ചിഞ്ചായി ഈ കമ്പനികൾ പിഴിഞ്ഞ് കൊന്ന് ഇല്ലാതാക്കും. ഇതിൻ്റെ ഇരകളായവരുടെ ഒരു യോഗം വിളിച്ചാൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു വലിയ ഓഡിറ്റോറിയം മതിയാവില്ല ഇവരുടെ ഏർപ്പാടുകളിൽ ഇരയായവരിലെ കഥകൾ കേൾക്കാൻ. എല്ലാവരെയും ഇവർ പറ്റിക്കും. ഇതുപോലെ ഒരസുഖത്തിന് 10,000-15,000 അനുവദിച്ചാൽ 10,000-15,000 തന്നെ ഇൻഷുറൻസിൽ അനുവദനീയമല്ല എന്ന പേരിൽ അവരെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്യും. വലിയ ചൂഷണമാണിത്. അതിൻ്റെ ഒരു നേരുദാഹരണമാണ് ഈ കുറിപ്പ്.